വലിയ ദുരിതമേറിയ യാത്രയാണ് ട്രെയിനിലേത്. ഈ യാത്രയിൽ യാത്രക്കാരോ അവരുടെ സാധനങ്ങളോ ഒട്ടും സുരക്ഷിതമല്ല. കാരണം ഏതു തരത്തിലുള്ള ആളുകളാണ് തൊട്ടടുത്ത് ഇരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. പലതരത്തിലുള്ള അക്രമികളും കൂടെ ഉണ്ടാകും. ഏതു നിമിഷം അവർ വയലന്റ് ആകുമെന്ന് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരുപക്ഷെ അതിൽ നിന്നും രക്ഷപ്പെടുന്നത് പോലും ഒട്ടും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലായിരിക്കും. എന്നാൽ യാത്രക്കാർ മാത്രമല്ല ട്രെയിൻ യാത്രയിൽ സുരക്ഷിതരല്ലാത്തവർ. ട്രെയിനിലെ ടിക്കറ്റ് പരിശോധകരും ഈ യാത്രയിൽ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് മാസങ്ങളായി ചർച്ചയാകുന്നത്. പേടിയാണ് ടിക്കറ്റ് പരിശോധകർക്ക് ടിക്കറ്റ് പരിശോധിക്കാൻ പോലും. പേടി സ്വപ്നമാണിപ്പോൾ പലർക്കും ട്രെയിനിലെ യാത്രയും ജോലിയും. കഴിഞ്ഞ ദിവസമാണ് വീണ്ടും അത്തരത്തിലൊരു വാർത്ത എത്തിയത്. റിസർവേഷൻ സീറ്റിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്ത ടിടിയെ യാത്രക്കാരൻ ആക്രമിച്ചു. മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിലാണ് ടിടിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. രാജസ്ഥാൻ സ്വദേശിയായ ടി വിക്രംകുമാർ മീണയ്ക്കാണ് പരിക്കേറ്റത്. മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഉണങ്ങാത്ത മുറിവാണ് എറണാകുളം മഞ്ഞമ്മൽ സ്വദേശിയായ ടി വിനോദ് കണ്ണൻ. ടിക്കറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് വിനോദിനെ രജനീകാന്ത് ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കിലേക്കായിരുന്നു വിനോദ് വീണത്. മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. പല ശരീരഭാഗങ്ങളും മാറിയാണ് കിടന്നിരുന്നത്. വിനോദ് ട്രാക്കിലേക്ക് വീണതിന് പിന്നാലെ മറ്റൊരു ട്രെയിൻ അതുവഴി പോയിട്ടുണ്ടാകാമെന്ന് RPF പറഞ്ഞിരുന്നു. പിടികൂടുമ്പോൾ പ്രതി മദ്യലഹരിയിലായിരുന്നു. റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തതിന് പിഴ ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ടിടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി രജനീകാന്ത് മൊഴി നൽകിയിരുന്നു. ജനറൽ ടിക്കറ്റിൽ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തതിന് പിഴയായി 1000 രൂപ ചോദിച്ചെന്നും തന്റെ കൈവശം പണം ഉണ്ടായിരുന്നില്ലെന്നുമാണ് പ്രതി പറഞ്ഞിരുന്നത്. എറണാകുളം പട്ന എക്സ്പ്രസിൽ ഇത്തരം സംഭവങ്ങൾ സ്ഥിരമായി ഉണ്ടാകാറുണ്ടെന്ന് കൊല്ലപ്പെട്ട ടിടിയുടെ സുഹൃത്ത് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ടി വിനോദ് കണ്ണൻ ജോലിക്കിടെ കൊല്ലപ്പെട്ടിട്ട് 1 മാസം പിന്നിടുമ്പോഴാണ് വീണ്ടും ട്രെയിനിൽ നടന്ന ആക്രമണത്തിന്റെ വാർത്ത എത്തിയിരുന്നത്. ജനശതാബ്ദി എക്സ്പ്രസിലെ ടിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ടി ജെയ്സണിന് നേരെ ഭിക്ഷക്കാരന്റെ ആക്രമണം ഉണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ഉടനെ ഇയാൾ ടിയുടെ കണ്ണിന് സമീപം മാന്തുകയായിരുന്നു. അക്രമി ടിക്കറ്റ് എടുക്കാത്തതിന്റെ പേരിൽ ടി പെറ്റി അടിച്ചതിനെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത്. 3 തവണ കണ്ണിന് മാന്തിയതായി ജെയ്സൺ പറഞ്ഞു. 3ാമത്തെ ആക്രമണത്തിൽ കണ്ണിന് താഴെ പരിക്കേൽക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് റെയിൽവേ കാറ്ററിംഗ് തൊഴിലാളികൾ അക്രമിയെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ ഇയാൾ പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. ഇനി എന്തെന്ന പേടിയോടെയാണ് ടിക്കറ്റ് പരിശോധകരുടെ ഓരോ ദിനവും തുടങ്ങുന്നത്. ട്രെയിനിലെ ടിക്കറ്റ് പരിശോധകർ നേരിടുന്നത് പലപ്പോഴും പലതരത്തിലുള്ള അക്രമങ്ങളാണ്. അനധികൃത യാത്രക്കാരെ മാറ്റുന്നത് വലിയൊരു പണിയാണ്. അവസാന നിമിഷം വന്നു കയറുന്ന റിസർവേഷൻ ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാർ എത്ര പറഞ്ഞാലും മാറില്ല. പലതരം സ്വഭാവക്കാരാണുള്ളതെന്നാണ് ടിക്കറ്റ് പരിശോധകർ പറയുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. പലപ്പോഴും യാത്രക്കാർക്ക് കാവലാണിവർ. എന്നാൽ ഇവർക്ക് കാവലായി ആരാണുള്ളത്? യാത്രക്കാരുടെ പരാതി കേൾക്കുന്ന ഇവരുടെ പരാതി കേൾക്കാൻ ആരാണുള്ളത്?